ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്ന് പുറത്ത് പോവാണ്. ഞാൻ ചേട്ടൻ കുഞ്ഞ് അവൻ്റെ അടുത്ത് ഒന്ന് ക്യാമറ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ നാണ്ട പോണ് തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് വെച്ചപ്പോൾ ദാണ്ട ഓടണം. അച്ഛനെ പോലെ തന്നെ കണ്ടാൽ വഴി ഓടിക്കോളും. പിന്നെ അച്ഛനും മോനും കൂടെ നാണ്ട കിടന്ന തിരയായി. അച്ഛൻ്റെ ചെരുപ്പ് കാണാനില്ല, അതുകൊണ്ട് മോൻ കണ്ടുപിടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടി എന്ത് ചെയ്തു പോകാനായിട്ട് ഇറങ്ങി. ചേട്ടൻ ഫസ്റ്റ് ഇറങ്ങി, പിന്നെ ഞാൻ എൻ്റെ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങാമെന്ന് വെച്ച് വീടിനൊക്കെ ടാറ്റ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. നമ്മൾ പോകുന്നത് വ്ളാത്താങ്കര പള്ളിയിൽ തിരുനാളാണ്. എല്ലാ വർഷവും നമ്മളവിടെ പോവും. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ആറര മണിയായി. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് നല്ല രീതിയിലുള്ള സീരിയൽസ് ബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടാണ് പോയത്. കാരണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ മോന് ഭയങ്കര ഇഷ്ടം, കണ്ടുകൊണ്ടിരിക്കും. പിന്നെ വണ്ടിയെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നടന്നു. കാരണം നമുക്ക് വണ്ടി പള്ളിയുടെ മുറ്റത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ നിർത്തിയിട്ട് തന്നെ പോകണം. പിന്നെ നമ്മൾ നേരെ പള്ളിയിൽ പോയി. അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അങ്ങനെ കുറേ നേരം അവിടേക്ക് നിന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമല്ല, കുഞ്ഞൊരു വാട്ടർഫാൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതും കുറേ നേരം കണ്ടുകൊണ്ട് നിന്നു. കാരണം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് വരണതും. ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം പള്ളിക്കകത്തോട്ട് കയറാൻ വേണ്ടി അങ്ങോട്ട് നടന്നു. പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് ടോയ്സ് വാങ്ങാനാണ്. മോൻ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞാണ് പോയത്. അവൻ എന്ത് വേണോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവനൊന്നും വേണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ മെയിൻ താരം ഫുഡടിയിലോട്ട് പോയി. സത്യം പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഫുഡ് അടിക്കാനാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഫസ്റ്റ് തന്നെ പോയി മൊമോസ് കഴിച്ചു. പിന്നെ ഒരു ഐസ്ക്രീം കുടിച്ച്. കാരണം ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം. അവൻ ഒരു ഐസ്ക്രീം വാങ്ങിയെങ്കിൽ എനിക്ക് വാങ്ങിയ ഐസ്ക്രീമാണ് നേണ്ടതെന്ന് തട്ടി വിടണേ. പിന്നെ കുപ്പിവെള്ള സെക്ഷനിലോട്ട് പോയേ. ഒരുപാട് കുപ്പിവെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ബ്ലാക്കിലൊരു സെറ്റ് വാങ്ങി. പിന്നെ നമ്മുടെ പാനിപ്പൂരി 2 പ്ലേറ്റ് പാനിപ്പൂരി കഴിച്ചു. പിന്നെ നമ്മുടെ കോളിഫ്ലവർ, കടല, നമ്മുടെ സർബത്ത്, അങ്ങനെ എല്ലാം കുടിച്ച് തളർന്ന് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. വേറെ ബൈക്ക് ഇരിക്കുന്നിടത്ത് പോയേ. പിന്നെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലെത്തിക്ക് കുറച്ച് പലഹാരം വാങ്ങാമെന്ന് പറഞ്ഞ് പാഴ്സലായിരുന്നു വിചാരിച്ചു. കാരണം അവർക്കൊന്നും വാങ്ങിയില്ലല്ലോ. അവിടെ നിന്ന് നേരെ പലഹാരം വാങ്ങാനായിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് പാഴ്സലും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പോണ വഴിക്ക് അവിടെ നിന്ന് തന്നെ കുറേ ഓർക്കിഡ് ഉണ്ടായിരുന്നു. ഓർക്കിഡ് ചെടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് കയറിയില്ല. വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. നമ്മൾ ഫസ്റ്റ് തന്നെ ആ പലഹാരപ്പൊതിയിൽ നിന്ന് ഒരു പീസ് പലഹാരം ഞാൻ അങ്ങ് അകത്താക്കി. പിന്നെ അതിൽ നിന്ന് ഒരു ലഡുവേ ഉള്ളൂ. അതിൻ്റെ പാതി തന്നില്ലെങ്കിൽ അവനെ കൊല്ലുമെന്നറിയാമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ പാതി അവൻ എനിക്കും തന്നു. ഇതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ അമ്മാമ്മേരെ വീട്ടിൽ പാഴ്സൽ കൊടുക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ എൻ്റെ മോൻ കാറിൽ കയറി അങ്ങ് സീറ്റ് ഉറപ്പിച്ചു. അവന് കാറെന്ന് പറയണത് ഭയങ്കര ഇഷ്ടം. ചേട്ടനെ കണ്ട് അവന് കാറിൽ കയറിയിരിക്കണം. അവൻ ആദ്യമേ തന്നെ കാറിൽ കയറി അങ്ങിരുന്നു. പിന്നെ നമ്മൾ കാറിൽ പോയി അമ്മാമ്മേരെ വീട്ടിലേക്ക് പോവാണ്. അവർക്ക് പാഴ്സൽ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഈ ലൈറ്റ് ഓഫ് ചെയ്യാനാണ് അവൻ ഇങ്ങനെ കിടന്ന് കരയണത്. ലൈറ്റ് ഇട്ടിക്കണുണ്ട്. നമ്മളിത് അമ്മാമ്മേരെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നില്ല. ജസ്റ്റ് അവിടെ പോയി അവർക്ക് അവിടെ കുറച്ച് പലഹാരം കൊടുത്ത് ചേട്ടൻ്റെ അവിടെയും കുറച്ച് പലഹാരം കൊടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയത് കുറച്ച് ദോശ, നമ്മുടെ പതിവ് പോലെ തട്ടുകടയിൽ തന്നെ. കസേരയിൽ തിരിഞ്ഞിരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന എൻ്റെ മോനെ കണ്ടോ? അവൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കാപ്പി കുടിക്കാം. ഒരു ദോശയെ കഴിച്ചുള്ളൂ. പിന്നെ മുട്ടായി വാങ്ങി നമ്മൾ